സർ, കോൺഗ്രസ് നേതാവും സ്പീക്കറുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ വളരെ പ്രശംസിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഈ സുകുമാരൻ നായർ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ പദവി ഉപയോഗിച്ചിട്ടില്ല എന്നും ഛിദ്രശക്തികൾ, അതായത് കേരളത്തിൻ്റെ സാമൂഹിക ഐക്യം തകർക്കുന്ന ശക്തികളെ മാറ്റി നിർത്തി NSS മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് തിരുവഞ്ചൂരിൻ്റെ ഒരു പ്രസ്താവനയാണ്. എത്രത്തോളം ശരിയുണ്ട് സാർ ഇത്? തിരുവഞ്ചൂര് വളരെ വലിയൊരു ബുദ്ധിമാനാവും. രാഷ്ട്രീയത്തിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ആദ്യം ഈ ഉമ്മൻചാണ്ടിയൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് ആദ്യം മുഖ്യമന്ത്രി ആക്കേണ്ട ഒരാളാണ്. അതേ രീതിയിൽ എല്ലാ കാര്യത്തിലും ദീർഘമായിട്ട് ആഴത്തിൽ ഇറങ്ങി വീക്ഷണമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ പോലും സഹായമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഇലക്ഷൻ വരെ ഒറ്റയ്ക്ക് നിയന്ത്രിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ MLA ആയിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇലക്ഷൻ നിയന്ത്രിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന് നിയമസഭാ മണ്ഡലത്തിൽ ഏത് മൂലയ്ക്ക് ഒരാളിരുന്ന കാര്യം പറഞ്ഞ ആൾ നിങ്ങളാരും വിശ്വസിക്കത്തില്ല. അറിയും, അത്രയ്ക്ക് വാക്കുകൾ അറിയാവുന്നത്. അതുകൊള്ള വലിയ മനുഷ്യൻ. അപ്പൊ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്റർനാഷണൽ പണിയായി സുകുമാരൻ നായരെ കൊടുത്ത്. നമ്മൾ സുകുമാരൻ നായരെ പറ്റി ഇപ്പോൾ ഉള്ള ആക്ഷേപം എന്തുവാ? NSS നശിപ്പിച്ചു. അതിനകത്ത് നോക്കുമ്പോൾ ശരിയുണ്ട്. കോളേജുകളും സ്കൂളുകളും പോളിടെക്നിക്കിലും എല്ലാം പൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇദ്ദേഹം വേറെ കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആസ്തികൾ വർദ്ധിപ്പിച്ചു. ഏത് ആസ്തിയാ വർദ്ധിപ്പിച്ച്? അപ്പം ഈ ആൾക്കാരെ, ഗണേശൻ ഉൾപ്പെടെ ഉള്ളവർ അല്ലെങ്കിൽ പലരും ഈ NSSന് അകത്ത് നടക്കുന്ന ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും രീതികൾ കൊണ്ടും NSSനകത്ത് ഐക്യമില്ലാതാകുകയും NSS ആസ്ഥാനത്ത് വേണ്ടപ്പെട്ട വലിപ്പത്തിലുള്ള ആൾക്കാർ ചെല്ലാൻ മടിക്കുകയും അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറാതിരിക്കുകയും അക്കമിട്ട് പറയുന്ന കാര്യങ്ങൾ ഗണേശനും അല്ലെങ്കിൽ മറ്റു പലരും ഒക്കെ സെലിബ്രിറ്റീസും ഒക്കെ പറയുമ്പം അതൊന്നും മറന്നിരുന്ന സമയത്ത് വീണ്ടും ഇതൊന്ന് പൊക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ആ പുള്ളി പറഞ്ഞേക്കുന്നത്. പുള്ളിക്ക് ഏതാണ്ട് 40-45 പേർക്ക് പുള്ളിയുടെ ബന്ധുക്കൾക്ക് മാത്രം പുള്ളിയുടെ സ്വാധീനം വെച്ച് ജോലി കൊടുത്തെന്നാ ഗണേശൻ പറയുന്നത്. ഇതെല്ലാം വ്യക്തത വരുന്ന തെളിവ് സഹിതമാണ് പറയുന്നത്. അപ്പം ഇത് ഒന്നും അല്ല NSSന്റെ പ്രൊമോഷന് വേണ്ടി. അപ്പൊ NSSന്റെ പ്രൊമോഷൻ എന്തോ നടന്നു എന്ന് ശ്രദ്ധിക്കാത്ത ആൾക്കാർ തിരുവഞ്ചൂര് പറഞ്ഞു എന്ത് നടന്നു തിരക്കി ചെല്ലുമ്പോൾ ഹിന്ദു കോളേജ്, ചങ്ങനാശ്ശേരിയിലെ കോളേജ് കിടക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് പുള്ളി കാരണം ഇദ്ദേഹത്തിന് ഒരു പണി അയാൾ കൊടുത്തതാ. കാരണം ഈ നായന്മാര് പുള്ളിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തവരുമായിട്ടുള്ള നായന്മാരുണ്ട്. എല്ലാ നായന്മാരെയും ഒരുപാട് കാണുന്ന ഒരു അവസ്ഥയൊന്നും ഈ സുകുമാരൻ നായർക്കില്ലല്ലോ. സുകുമാരൻ നായർക്ക് സുരേഷ് ഗോപി നായരെ ഇഷ്ടമല്ല. പണ്ട് നമുക്കറിയാം തിരുവനന്തപുരത്ത് MP ആയിട്ടുള്ള ശശി തരൂർ നായരെ പറ്റി പറഞ്ഞാൽ ഡൽഹി നായരാന്ന് പറഞ്ഞു. ഇപ്പൊ ഡൽഹി നായന്മാർ അവിടെ വേറെ NSS ആസ്ഥാനം ഉണ്ടാക്കി അവിടെ ഇയാളെ വിളിക്കാതെ പരിപാടി നടത്തിയൊക്കെ പോകുന്നുണ്ടല്ലോ. അത് ശശി തരൂർ അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് ശശി തരൂർ ഒരു തലപ്പമൊക്കെ വെച്ച് കെട്ടി കേരളം മൊത്തം എഴുന്നള്ളിച്ചത് ഈ നായരാ. അപ്പം ഞാനീ പറയുന്നത് പോലെ പുള്ളിക്ക് ഇഷ്ടമുള്ള നായരുണ്ട്, ഇഷ്ടമില്ലാത്ത നായരുണ്ട്. ഞാൻ പറയുന്നത് തിരുവഞ്ചൂരെന്ന് പറഞ്ഞ കറുത്ത നായരെ, പുള്ളി കറുത്തായിരിക്കുന്നത് മനസ്സിലായില്ലേ? ഒരുപക്ഷെ അദ്ദേഹം ഒരു കാലത്ത് നായരായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ഈ തിരുവഞ്ചൂരാകൃഷ്ണനെ എങ്ങും പുകഴ്ത്തി പറയുന്നതായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്നതായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ അവിടെ വന്നപ്പോൾ ഈ പാവം പിടിച്ച മനുഷ്യന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ ഈ നായന്മാര് ഇദ്ദേഹം നായരല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം വന്നു. ആരാ അവിടെ ഈ അറിയാമല്ലോ, ഇപ്പൊ മത്സരിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ രീതിയിലൊക്കെയുള്ള ആരോപണവും അല്ലെങ്കിൽ മറ്റു പലതും ഒക്കെ നടത്തും. മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരണം നടന്നു. CPM പറഞ്ഞു പുള്ളി നായരല്ല. അപ്പൊ ഇയാളെ കണ്ടാലും അങ്ങനെ കറുത്തൊക്കെ ഇരിക്കുമല്ലോ. നായരല്ല, വേറെ പറയുന്നില്ല, വേറെ ഒരു ഐറ്റമാ. അതുകൊണ്ട് ഇദ്ദേഹം അവിടെ പോയിട്ട് അതിനിപ്പം പരസ്യമായിട്ട് ഒക്കത്തില്ലല്ലോ. ഇദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തിന്റെ കുടുംബവും മറ്റേതും എല്ലാം കാണിച്ചിട്ട് ലെറ്റർ അടിച്ചിട്ട് എല്ലാ നായന്മാരുടെയും വീട്ടിൽ കൊടുത്തു. അപ്പം ഏറ്റവും മുന്തിയ നായരാന്നുള്ള രീതിയിലൊക്കെ ഇന്നയാളുടെ മകൻ മറ്റേ അപ്പൊ അതെല്ലാവർക്കും നായന്മാരുടെ അവിടെ ചെന്നപ്പോൾ നായന്മാർക്ക് ബോധ്യപ്പെട്ടല്ലോ. അപ്പം ആ സമയത്ത് ഞാനീ പറഞ്ഞു വന്നത് ഇപ്പൊ ഇയാൾ നല്ല നായരാണ് അല്ലെങ്കിൽ അത്തരത്തിൽ നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്, അങ്ങനെയുള്ളവരെയാണല്ലോ ഈ താക്കോൽ സ്ഥാനങ്ങളിലും മറ്റു പല സ്ഥാനങ്ങളിലും ഒക്കെ വാദിക്കുന്ന ഈ NSS SNDP കാണല്ലോ. SNDP അങ്ങനെ വാദിക്കുന്നത് ഞങ്ങളുടെ ഈഴവർക്ക് പ്രാതിനിധ്യം കുറവാണ്, അല്ലെങ്കിൽ MLA കുറവാണ്, MP കുറവാണ്, മന്ത്രിമാർ കുറവാണെന്നൊക്കെ വെള്ളാപ്പള്ളി പറയത്തില്ല. അതുപോലെ ഇദ്ദേഹവും അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ മന്ത്രിമാരുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം കുറച്ച് കുറവാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ UDF മിനിസ്ട്രി വന്നാൽ ഈ SNDP NSS പിന്നെ പള്ളിയിലച്ചന്മാരും മുക്രിമാരും മറ്റവരും പണ്ടിച്ചവരും ഒക്കെ അത് നിയന്ത്രിക്കുന്നത്. അവർ പറഞ്ഞതിന് കേട്ട അനുസരിച്ചാണല്ലോ എല്ലാ തീരുമാനവും. ഇപ്പോഴും അങ്ങനെയൊക്കെയാണെങ്കിൽ ഇപ്പൊ അത്രയും പരസ്യമായിട്ട് വന്നിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം ഈ ഇടതുപക്ഷത്തിന്റെ സമയത്ത് ഇതിന് യാതൊരു പ്രസക്തിയില്ല കേട്ടോ. പരസ്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. രഹസ്യമായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതും കാണത്തില്ല. ഇപ്പൊ VD സതീശൻ വന്നപ്പോഴും അതിനൊരു
പരസ്യമായിട്ട് നമ്മൾ കണ്ടില്ല. ഇന്നാളെ വേണമെന്നൊന്നും പറഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ സമയമില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു. അതും വലിയ വിവാദമായിരുന്നു. വി ഡി സതീശൻ മധുരപ്രതികാരം നടത്തുന്നുണ്ട്. അതേപോലെ ഒരു മധുരപ്രതികാരമാണോ എന്ന് എനിക്ക് സംശയവും. കാരണം ഇയാള് ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന ഒരു കാലം അറിയാമല്ലോ. ആ പാമ്പിടിക്ക അന്ന് ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന സമയത്ത് താക്കോൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ വേളം ഉണ്ടാക്കി. താക്കോൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് ഇയാളെ മാറ്റിയിട്ട് അന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാക്കി. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ഇയാള് നായരല്ലേ? താക്കോൽ സ്ഥാനം വേണം. ഇപ്പൊ ഇയാൾ വാദിക്കുന്ന ആർക്ക് വേണ്ടിയാ? നായർക്ക് വേണ്ടിയാ. അപ്പൊ ഈ കറുത്ത മനുഷ്യനെ നായരല്ലാതാക്കിയില്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞ? അല്ലാതാക്കിയില്ലേ? അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗമല്ലെന്ന് കാണിച്ചില്ലയോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ നായന്മാർ വേണമെന്ന് പറയുന്നതിനകത്ത് ന്യായമുണ്ട്. എന്നാ തിരുവഞ്ചൂർ രാഷ്ട്രം നായര, രമേശ് ചെന്നിത്തല നായര, വി ഡി സതീശൻ നായര, ശശി തരൂർ നായര, അല്ലെ മറ്റു വല്ലത്. അപ്പൊ ഈ നായരാന്ന് പറയാം. നായന്മാരുള്ള സ്നേഹം വെച്ച് നായരാന്ന് പറയാം. എല്ലാ നായന്മാരും കുഞ്ഞുങ്ങളെ ഈ നായർ എന്താ ഒരുപോലല്ലയോ കാണണ്ടേ? ആണല്ലോ. അപ്പൊ അതിനകത്ത് എന്താ ഈ രമേശ് ചെന്നിത്തല കുഞ്ഞിനെ വേറൊരു കണ്ടേ? അപ്പൊ മറ്റേ ആൾ നായരല്ലെന്നില്ലയോ? ഞാൻ സങ്കല്പിക്കുന്നത് എങ്ങനെ? നായരല്ലെന്നില്ലയോ പുള്ളി കാണുന്നത്? അപ്പൊ അതിന്റെ ദേഷ്യം പുള്ളിക്കുണ്ട്. പുള്ളി ചിരിച്ചോണ്ടേ അന്നേരം നിൽക്കത്തുള്ളൂ. പുള്ളി വലിയ അപ്പൊ അതിന്റെ മധുരപ്രകാരമായിട്ടോ മനസ്സിലായില്ലേ? എടാ ഇപ്പൊ ഇയാടെ അവസ്ഥ അറിയാവില്ല. ഗതികെട്ടവന്റെ പണ്ട് ഒരു പട്ടണ കഥയുണ്ട്. പട്ടര വലിയ വീട്ടില, പട്ടര വലിയ എല്ലാരും അംഗീകരിക്കുന്ന പട്ടര, വീട്ടില് വലിയ സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പട്ടര ഇപ്പൊ ചാരികാസയിൽ ഇങ്ങനെ മലന്ന് കിടന്നപ്പം ഈ തൂത്തൂട്ടി എല്ലാം കൂടി വേലക്കാരി ഉണ്ടല്ലോ, മിറ്റമെല്ലാം തൂത്ത് കൂട്ടി വെച്ചിട്ട് പറഞ്ഞ അങ്ങൂന്നേ ഇത് എവിടെ ഇടണമെന്ന് അയാൾ പറഞ്ഞു എന്റെ തലയെ കൂടെ കിട്ടോളാൻ. എന്നാ തൂത്തുകൂട്ടി എവിടെ ഇടണമെന്ന് ഈ പറയുന്ന പട്ടർ എടുത്ത് ചോദിക്കുന്ന ഗതികേടിലേക്ക് പട്ടർ പോയി. അതേ അവസ്ഥയാണ് ഇപ്പൊ NS ജനറൽ സെക്രട്ടറിയുടെ. ആ സമയത്താണ് പുള്ളി പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ എല്ലാവരും ചവിട്ടി തേച്ച് നശിപ്പിച്ച് നാരായണക്കല്ലായി പൊതുവിൽ ആക്ഷേപിക്കുന്ന ഒരു ഇടത്ത് നിൽക്കുന്ന നാരായണ പണിക്കര് ഇപ്പൊ ഒരു ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ്. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സുകുമാരൻ നായർക്ക് സ്പീക്കർ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പോസ്റ്റാ ഒന്നുമല്ല. മുഖ്യമന്ത്രിക്ക് മേളില സ്പീക്കറുടെ പോസ്റ്റ് യഥാർത്ഥത്തിൽ. കാരണം മുഖ്യമന്ത്രിയുടെ കൂട്ട് ഇങ്ങനെയുള്ള ഫോട്ടോഗ്രാഫി മുഖ്യമന്ത്രിക്ക് മേളില. മനസ്സിലാവുന്നുണ്ട്. സെയിം പോണം. അപ്പൊ അദ്ദേഹം ഇപ്പോഴത്തെ ഈ ഗതികെട്ട സമയത്ത് നമ്മൾ പറയത്തില്ലേ, ഗതികെട്ട സമയത്ത് ഒരു സഹായ ഹസ്തവുമായിട്ട് പുള്ളി ചെന്നിരിക്കും. കാരണം പണ്ട് പുള്ളിക്ക് ഇട്ട് കൊടുത്ത പണിക്ക് ഒരു മധുര പ്രതികാരം. ഇതിന് പറയും വി ഡി സതീശൻ ഉണ്ടോയെന്നൂടെ എനിക്ക് സംശയമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? വി ഡി സതീശൻ അവിടെ തിണ്ണനിറങ്ങിയ കാര്യവും അല്ലെങ്കിൽ അവിടെ പറഞ്ഞ കാര്യവും മറ്റു പലതും ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ വി ഡി സതീശനെ ഈ ഒരു കാരണവശാലും ആക്കത്തില്ല, വി ഡി സതീശനെ ഒക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ആദ്യമേ വെള്ളാപ്പള്ളിയും ഇയാളോട് വേളം ഉണ്ടാക്കിയൊക്കെ അറിയാമല്ലോ. അവസാനം വി ഡി സതീശൻ എന്തോ ആയി? ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയായി. തലമുട്ടയടിച്ചവന്റെ ഈ മുട്ടയടിച്ചവന്റെ മേളില് കല്ലുമല എഴുതെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഈ സുകുമാരനാരുടെ. മനസ്സിലായല്ലോ? ഇയാൾ ഒരു കാലത്തും ആവുമെന്ന് വിചാരിച്ചല്ല. കാരണം എങ്ങനെ വന്നാലും ഇയാൾ കണക്കുകൂട്ടി കാര്യങ്ങൾ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ NSS ജനറൽ സെക്രട്ടറിയും അല്ലെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ വിലയായിരുന്നു. മാത്രമല്ല ഇയാളുടെ കാര്യം ഇയാൾ എപ്പോഴും ലീഗിന് അനുകൂലമായിട്ടൊക്കെ സംസാരിക്കും. ലീഗുമായിട്ടൊക്കെ നല്ല സൗഹൃദം ഒക്കെ. അപ്പൊ ലീഗിന് അനുകൂലമായിട്ട് സംസാരിക്കും. ഇദ്ദേഹത്തിന്റെ വാചകം ലീഗ് പലപ്പോഴും അത് വലിയ വലിപ്പത്തിൽ എടുക്കാറുണ്ട് പല കാര്യത്തിനകത്തും. അപ്പൊ ലീഗിന് അനുകൂലമായിട്ട് അപ്പം ഈ പറയുന്ന അഭിപ്രായം ലീഗ് ഏറ്റെടുത്തുകൊണ്ട് പോകും. ഇപ്പൊ ലീഗ് അയാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. ലീഗ് നോക്കിയപ്പോൾ ഞങ്ങളുടെ അതിനെക്കാട്ടി വലിയ കാര്യങ്ങളൊക്കെ നടന്നു തരുന്ന ആളാ വെള്ളയാരാ വി ഡി സതീശൻ. ഇപ്പൊ ഈ കാര്യത്തിനകത്ത് സുകുമാരനായരുടെ കാര്യമൊന്നും പരിഗണിക്കണ്ട. അപ്പം ഈ ഒരു രീതിയിലും ഗതിയില്ല. ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഇപ്പൊ സമയമില്ലെന്ന്. NSS ജനറൽ സെക്രട്ടറിയെ കാണാതിരുന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം വരെ തെറിക്കുന്ന കാലമുള്ളിടത്ത് നിന്ന് NSS ജനറൽ സെക്രട്ടറി സമയം തരാം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറയുന്ന അതും കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയനെങ്കിൽ പോട്ടെന്ന് വയ്ക്കാം. പിണറായി വിജയനയുടെ ആശുപത്രിയിലൊക്കെ കിടന്ന് പുള്ളി അത് കണ്ടതാണ്. പോട്ടെന്ന് വയ്ക്കാം. കാരണം അയാളുടെ രീതി വെച്ചിട്ടും അല്ലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രീതി വെച്ചിട്ടും അങ്ങനെ പറയും. ഈ ഗതികെട്ട സമയത്താണ് തിരുവഞ്ചൂരിനെ കൊണ്ട് പറയിച്ചാന്ന്. നേരത്തെ ഇതുപോലെ സമയം കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ആരാ, എന്തുവാ, മുഖ്യമന്ത്രിയുടെ വില എന്തുവാണെന്നുള്ള രീതിയിൽ ഇപ്പൊ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മൊത്തവും ചർച്ചയായി. അവസാനം വി ഡി സതീശൻ പറഞ്ഞാൽ അത് അങ്ങനല്ല ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു. ഇത് ചെയ്യാൻ മനഃപൂർവ്വം ചെയ്താൽ ഇയാളെ ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അത് വലിയ പ്രചരണമായി കഴിഞ്ഞപ്പോൾ ഇയാൾ ഇത്രയേ ഉള്ളെന്നുള്ളവരെ എല്ലാവർക്കും മനസ്സിലായി. അതിനുശേഷം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ആക്ഷേപിച്ചെന്ന് വരണ്ട. ഇയാളെ ആക്ഷേപിച്ചെങ്കിലും നായന്മാർക്ക് മൊത്തം അതൊരു അതിർത്തിയിലേക്ക് വരണ്ടെന്ന്. അന്നേരം വി ഡി സതീശൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഞാൻ ബഡ്ജറ്റിന്റെ കൂടെ ആയിരുന്നു. അതാ വി ഡി സതീശൻ മനഃപൂർവ്വം ചെയ്തതാണ്. മനസ്സിലായി? അതുപോലെ ഇപ്പൊ തിരുവഞ്ചൂർ രാഷ്ട്രൻ മനസ്സിലായില്ലേ? തിരുവഞ്ചൂർ രാഷ്ട്രൻ ഇൻഡയറക്റ്റ് ആയിട്ട് മധുരപ്രതികാരം അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. മധുരപ്രതികാരം കൊടുത്ത കാരണം ഇപ്പൊ ആരും ഇല്ലാത്തപ്പോ ഞാനൊക്കെ ഉള്ളല്ലോ, പണ്ട് എന്നെ തേച്ചത് ഓർമ്മയുണ്ടോ എന്നുള്ളതാ പുള്ളിയുടെ അർത്ഥം. എനിക്കറിയാം പുള്ളി, കാരണം എന്റെ MLA ആയിട്ട് 10 കൊല്ലം ഇരുന്ന. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിലുള്ള കാര്യം ഇതാ, അത് തന്നെയാ കാര്യം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.